കേരളത്തിലെ മുതിർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതാവ്, അഭിഭാഷകൻ, മുൻ MLA, വിവിധ ട്രേഡ് യൂണിയനുകൾ, സാംസ്കാരിക സംഘടനകൾ എന്നിവയുടെ നേതൃസ്ഥാനത്തുള്ളയാൾ, നിലവിൽ KPCCയുടെ വൈസ് പ്രസിഡന്റ്, രാഹുൽ ഗാന്ധിയുടെ ശക്തി പ്രോജക്ടിന്റെ കേരള കൺവീനർ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതു രംഗത്തെത്തിയ പൊതുസമ്മതനായ വ്യക്തി, ആകർഷണമായ സംഭാഷണ ശൈലിയുടെയും ലളിതവും ലാളിത്യവും വിനയവും മുഖമുദ്രയാക്കിയ വ്യക്തിത്വം. രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല കോൺഗ്രസിന് ഇത്തവണ അഡ്വക്കേറ്റ് T. ശരത്ചന്ദ്ര പ്രസാദിന്റെ കഴക്കൂട്ടം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വം. സർ, സാധാരണ രാഷ്ട്രീയ വിധികളെ അപ്രസക്തമാക്കുന്ന ഒരു ചിന്തകൾക്കപ്പുറം വിധി നിർണയിക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന മണ്ഡലം 2026 കഴക്കൂട്ടം മണ്ഡലം തിരികെ പിടിക്കും എന്ന ആത്മവിശ്വാസം അങ്ങേക്കുണ്ടല്ലേ? 100%. ആ ദൗത്യമാണ് പാർട്ടിയും മുന്നണിയും എന്നെ ഏൽപ്പിച്ചത്. കാരണം എന്റെ വ്യക്തിപരമായ ബന്ധങ്ങളും എന്റെ രാഷ്ട്രീയ ബന്ധങ്ങളും എന്റെ കുടുംബ ബന്ധങ്ങളും എന്റെ സുഹൃത്ത് ബന്ധങ്ങളും എല്ലാം അടങ്ങുന്നതാണ് ഈ കഴക്കൂട്ടം മണ്ഡലം. എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയം ആരംഭിക്കുന്നത്, ഞാനൊരു പൊതുപ്രവർത്തകനായി മാറുന്നത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലാണ്. ചെമ്പഴന്തി SN കോളേജ്. ഒരുപാട് തിക്താനുഭവങ്ങൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് നേരിട്ട ഒരാളാണ് ഞാൻ. എന്റെ ചോരയുടെയും വിയർപ്പിന്റെയും ഗന്ധം ഈ കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് 2-3 വട്ടം ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിക്കാൻ ഞാൻ ആഗ്രഹിച്ചതാണ്. അന്ന് എനിക്ക് ഈ മണ്ഡലം കൈവിട്ടുപോയി. പക്ഷെ ഇപ്പോ ദേശീയ നേതൃത്വം എടുത്ത തീരുമാനം, അവരുടെ സർവേകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം എന്നെയാണ് ഇവിടെ ചുമതലപ്പെടുത്തിയത്, ഇവിടെ മത്സരിക്കാൻ, ഈ ദൗത്യം ഏറ്റെടുക്കാൻ. കാരണം കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളുള്ള സ്ഥലമാണ്. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ വിഷയങ്ങൾ ഉള്ള മണ്ഡലം എന്നതിലുപരി രാഷ്ട്രീയമായിട്ട് വിധി, ഇവിടുത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ വിധി എന്താണ് എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം മണ്ഡലം. ഇത്തവണ അങ്ങയുടെ എതിർ സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, ഒരാള് മുൻ ദേവസ്വം മന്ത്രി ആയിരിക്കുകയെ ഇപ്പോ കഴക്കൂട്ടത്ത് നിൽക്കുന്ന MLA കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ, ഒന്ന് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ പ്രബലനായ V. മുരളീധരൻ. ഇവരുടെയൊക്കെ മുന്നിൽ അഡ്വക്കേറ്റ് T. ശരത്ചന്ദ്ര പ്രസാദിന് ഉള്ള പ്രസക്തി, താങ്കൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? ആ 2 സ്ഥാനാർത്ഥികൾക്കും അവരുടേതായ പ്രസക്തികളാണ്. പക്ഷെ എനിക്ക് എന്റേതായ പ്രസക്തിയുണ്ട്. ഞങ്ങൾ ഇപ്പോ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സർവേ എടുത്തിരുന്നു. അപ്പൊ അവിടുത്തെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ എടുത്തിരുന്നു. അഡ്വക്കേറ്റ് T. ശരത്ചന്ദ്ര പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നൊരു പൊതുജനാഭിപ്രായം ഞങ്ങൾ എടുത്തിരുന്നു. അപ്പോ സത്യം പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ് ജനങ്ങളുടെ ഒരു സന്തോഷം. ശരത്തേട്ടൻ, ശരത്ചന്ദ്ര പ്രസാദ്, ശരത്തണ്ണൻ എന്നൊക്കെയാണ് ആൾക്കാര് താങ്കളെ വിളിക്കുന്നത്. താങ്കളുടെ വേരുകൾ ആ മണ്ഡലവുമായിട്ട് ഒരുപാട് ഇഴുകിച്ചേർന്നിരിക്കുന്നത് പോലെയും ആളുകൾ ഒരു ആവേശത്തിലാണ് കോൺഗ്രസ് ഇത്തവണ ഭരണം ശരത്ചന്ദ്ര പ്രസാദിലൂടെ എന്ന് പറയുന്നു. അതുകൊണ്ട് ഇത്തവണ മത്സരത്തിൽ അങ്ങ് നിൽക്കുന്നത് കൂൾ സീറ്റിലാണെന്നാണോ അങ്ങ് കരുതുന്നത്? കൂൾ സീറ്റ് ആണോ? അല്ല, ഇതെന്താ പറഞ്ഞ ഒരു ബലാബലം ഉള്ള ഒരു മണ്ഡലമാണ്. പക്ഷെ ഓരോ ദിവസം കഴിയും തോറും ഈ മണ്ഡലം നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ ഒരു ഹൃദയബന്ധം വോട്ടർമാരുമായി, പഴയ എന്റെ വ്യക്തിപരമായിട്ടുള്ള എന്റെ പഴയ ബന്ധങ്ങളെല്ലാം അതൊരു പുനർവായനയ്ക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്റെ വ്യക്തിബന്ധങ്ങൾ, എന്റെ കുടുംബ ബന്ധങ്ങളെല്ലാം ഇവിടെ പ്രയോജനപ്പെടും. എന്നെ ആരും ജാതിയായി, മതമായി, വർണ്ണവും വർഗമായിട്ട് ആരും കണ്ടിട്ടില്ല. എനിക്ക് അതിനും അതീതമായിട്ടുള്ള ഒരു ആത്മബന്ധം എനിക്ക് ഈ മണ്ഡലമായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ ജീവിതം എന്തെന്ന് അറിയുന്ന ആളുകളാണ് ഇവിടുത്തെ വോട്ടർമാർ. അതാണ് എന്റെ ഇലക്ഷൻ പ്രവർത്തനം വളരെ എളുപ്പമാക്കി തീർക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് സംസ്ഥാന സർക്കാരിനും CPM-നും എതിരായിട്ടുള്ള ഒരു കുന്തമുനയായി മാറിക്കഴിഞ്ഞു. ഈ ഒരു സംഭവത്തെ രാഷ്ട്രീയപരമായി നിങ്ങൾ എങ്ങനെയാണ് മണ്ഡലത്തിൽ ഇതിനെ വിനിയോഗിക്കുന്നത് എന്നൊന്ന് പറയാമോ സാർ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അയ്യപ്പ സന്നിധിയുമായി ബന്ധപ്പെട്ടുണ്ടായ
സ്വർണ്ണപ്പാളി കൊള്ളയാണ് ചർച്ച ചെയ്യപ്പെട്ടത്. അത് ആളുകളെല്ലാം ഇപ്പൊ ഈ ഉത്സവ സമയങ്ങളാണ്. ഞാനുമൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലുമൊക്കെ എല്ലാ സ്ഥാനാർത്ഥിയിലും വരും. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി ആ ക്ഷേത്ര സന്നിധിയിലേക്ക് വരുമ്പോ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു പ്രതികരണം, അത്രത്തോളം ആളുകളുടെ മനസ്സിൽ ഈശ്വര വിശ്വാസം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. ആളുകൾ ശക്തമായ പ്രതിഷേധത്തിലാണ്. നമ്മളൊക്കെ ഒരു ദേവാലയത്തിൽ പോയാൽ ഒരു 10 പൈസ താഴെ കിടന്നാൽ അതെടുത്ത് നമ്മൾ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു വിശ്വാസം. അവിടെയാണ് ശബരിമലയിൽ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ദ്വാരപാലക വിഗ്രഹവും അതിന്റെ പാളിയിൽ അടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അത് അത്ര ഗൗരവത്തിലാണ്. അത് ഹിന്ദു സമൂഹം മാത്രമല്ല, ക്രൈസ്തവ ഇസ്ലാം സമൂഹങ്ങളും ഈശ്വര വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഈ നടപടി എല്ലാ മതസ്ഥരുടെയും മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനങ്ങൾ ശക്തമായി പ്രതികരിക്കും. പക്ഷെ ഇലക്ഷൻ കഴിയുന്നത് വരെ അന്വേഷണങ്ങളുടെ ഒരു മെല്ലെ പോക്ക് നയം, ഇതിന് എതിർ രാഷ്ട്രീയ കക്ഷികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു മൗന അനുവാദം കൂടി ഉണ്ട് എന്ന് പൊതുജനങ്ങൾ ധരിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? അതൊക്കെ ചില സമയത്ത് ആളുകൾക്ക് അങ്ങനെ തോന്നും. പക്ഷേ തോന്നുന്നുണ്ട് മൗനാനുവാദം ഇല്ല. ഈ വിഷയത്തിൽ ഇഞ്ചോടിഞ്ചാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് കേരളമെമ്പാടും ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ കഥാ തന്തു വന്ന് നിൽക്കുന്നത് കഴക്കൂട്ടത്താണ്. ഇതിന്റെ പ്രധാന താരം ഇവിടെ നിൽക്കുന്നു. സ്വാഭാവികമായി ഇനിയുള്ള നമ്മുടെ UDF-ന്റെ പ്രചരണ പാമ്പറ്റുകളിലെല്ലാം ഇതു തന്നെയായിരിക്കും പ്രധാന വിഷയം. ഒപ്പം കേന്ദ്ര BJP സ്ഥാനാർത്ഥിയുണ്ട്. ഇപ്പോഴത്തെ പാചകവാത വില വർധന അത് കിട്ടുന്നില്ല. അതടക്കം ഇപ്പോ നാടിന് വേണ്ടി ഞങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ മുരളീധരനും പറയുന്നുണ്ട്. അദ്ദേഹം 7 കൊല്ലം മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഒന്നും ചെയ്തില്ല, ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തില്ല. കടകംപള്ളി സുരേന്ദ്രനും പണ്ട് വായുത് ചെയ്തു വെച്ച എലിവേറ്റഡ് ഹൈവേ കുറിച്ചാണ് പറയുന്നത്, അല്ല വേറൊന്നും ചെയ്തിട്ടില്ല. അല്ല, അപ്പോൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ BJP-യുടെ സ്ഥാനാർത്ഥിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിരുന്നു. അതായത് 2 മുന്നണികളും മാറി മാറി കഴക്കൂട്ടം മണ്ഡലം ഭരിക്കുന്നു, പക്ഷേ കഴക്കൂട്ടത്തെ ഇക്കോ സിസ്റ്റത്തിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് ശരിയാണോ സാർ? അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ട് എന്ത് ചെയ്തു? മന്ത്രിയായിരുന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കേരളം ഒട്ടാകെ കാര്യങ്ങൾ ചെയ്യാം, ഇന്ത്യ ഒട്ടാകെ ചെയ്യാം. പക്ഷെ ഒന്നും ചെയ്തില്ലാതെ മൊത്തം കഴക്കൂട്ടം അദ്ദേഹം നോട്ടമിട്ട് നടന്നിട്ട് കുറെ കാലമായി. എനിക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇവിടെ വീടൊക്കെ വാടകയ്ക്ക് എടുത്തു എന്നാ പറയുന്നത്. എന്തെങ്കിലും കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. സാർ, അങ്ങ് ഇത് പറയുമ്പോഴും കോൺഗ്രസിന് ചെറിയൊരു ടെൻഷനുള്ള ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം സാർ. അതായത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് ഒരുപാട് കുറഞ്ഞില്ലേ സാർ? അതെങ്ങനെയാണ് സാർ? അത് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ വോട്ട് കുറയലല്ല, പിന്നെ എന്തായിരുന്നു സാർ? CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണയാണ് ആ വോട്ടിന്റെ ഇതിൽ വന്നിരിക്കുന്നത്. ഇവിടെ കടകംപള്ളി സുരേന്ദ്രന്റെ ഒരു പ്രിയ സഹപ്രവർത്തക ഒരു ലേഡി പരസ്യമായി പറഞ്ഞു, കടകംപള്ളി സുരേന്ദ്രന്റെ ജോലി BJP കൗൺസിലർമാരെ ഉണ്ടാക്കാനുള്ളതാണ്. അദ്ദേഹം കരിക്കകം ചാക്കാപ്പേട്ട അത് CPM-നെ ജയിപ്പിച്ചു. ബാക്കി കടകംപള്ളി വാർഡ് മുതൽ ഇങ്ങോട്ട് BJP അദ്ദേഹം ജയിപ്പിച്ചു. അതാണ് ധാരണ. പല സ്ഥലങ്ങളിലും വാർഡ് വിഭജനം നടത്തി. ഭീമാവളിയിലും പൂന്തറയിലും ഒക്കെ 17,000, 16,000, 15,000 വോട്ടുണ്ടായിരുന്നു. കഴക്കൂട്ടത്തുണ്ടാക്കിയ പുതിയ വാർഡുകളിൽ 3,500 വോട്ടാണ്, 4,000 വോട്ടാണ്. ഇത് BJP ജയിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതാണ് BJP-ക്കുണ്ടായ നേട്ടം. ആ ഒരു അന്തർജാല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ വർക്ക് ചെയ്യാൻ പോവാണ്. എവിടെ തമ്മിലുള്ള ഡീലുണ്ട്. CPM BJP ഡീലുണ്ട്. ഡീലുണ്ടെന്ന് പറയപ്പെടുന്നത് സത്യമാണ്. 10 സീറ്റിലാണ് ഡീല് പറയുന്നത്. അതിൽ 6ാമത്തെ സീറ്റ് കഴക്കൂട്ടമാണ്. BJP ജയിപ്പിച്ചു കൊടുക്കാം എന്നുള്ള ഡീല് കഴക്കൂട്ടമാണ്. കേരളത്തിലെ കഴക്കൂട്ടത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ്. അങ്ങനെയൊന്നും സമ്മതിച്ചു കൊടുക്കില്ല. കഴക്കൂട്ടത്ത് രാഷ്ട്രീയത്തിനുപരി നിഷ്പക്ഷരായ വോട്ടേഴ്സ് ഒരുപാടുള്ള മണ്ഡലമാണ്. അവരെന്നെ തുടങ്ങി. അതായത് സാറിന്റെ ആത്മവിശ്വാസം സാറിന്റെ മുഖത്ത് തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. നിഷ്പക്ഷരായ വോട്ടേഴ്സ് എന്നെ പിന്തുണയ്ക്കുമെന്ന് പറയാൻ ഒരുപക്ഷെ
കോൺഗ്രസിന്റെ ശരത്ചന്ദ്ര പ്രസാദിന് മാത്രമേ കഴിയുള്ളൂ ആത്മവിശ്വാസത്തോടു കൂടി. കാരണം ഇപ്പോൾ നിൽക്കുന്ന എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാൾ, അതായത് മതവികാരത്തെയും വിശ്വാസികളുടെ ഹൃദയത്തെയും വ്രണപ്പെടുത്തിയ ആരോപണ വിധേയനായ ഒരു വ്യക്തിയാണ്. നിഷ്പക്ഷരായ വോട്ടേഴ്സ് എനിക്ക് വോട്ട് ചെയ്യും എന്ന് അഡ്വക്കേറ്റ് ടി ശരത്ചന്ദ്ര പ്രസാദിന് മാത്രമേ ഇത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ കഴിയൂ. ഇത്തവണത്തെ മണ്ഡലം കോൺഗ്രസിന്റെ പുസ്തക മണ്ഡലമായിരുന്ന കഴക്കൂട്ടം മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുന്നത്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന അവസരത്തിലാണ് ശക്തനും പ്രബലനും ജനസമ്മതനുമായ പൊതുജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരാൾക്കല്ലേ സർ നിയമസഭയിലേക്ക് വരാൻ കഴിയുള്ളൂ. അങ്ങയ്ക്ക് അതിനുള്ള അർഹതയുണ്ട്. എല്ലാവിധ ആശംസകളും പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അങ്ങയ്ക്ക്. എന്റെ സ്ഥാനാർത്ഥി നോട്ടീസിൽ പോലും ഈ പറഞ്ഞ വാക്കാണ് എന്റെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ഹൃദയങ്ങളിലൂടെയുള്ള യാത്ര എന്നാണ് ഹൃദയങ്ങളിലൂടെ, ജനഹൃദയങ്ങളിലൂടെയുള്ള യാത്ര. അപ്പൊ എല്ലാവിധ വിജയാശംസകൾ സർ.